നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തലിന്റെ ഭാഗമായുള്ള മൂന്നാം ഘട്ട ബന്ദി കൈമാറ്റവും തടവുകാരെ വിട്ടയക്കലും ഇന്ന് നടക്കാനിരിക്കെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കടുത്ത യുദ്ധം തുടങ്ങി. മടങ്ങിയെത്തിയ ഫലസ്തീനികൾ ഹമാസിന് അനുകൂലമായി പരസ്യപ്രകടനം നടത്തുന്നതിൽ പ്രകോപനം കൊണ്ടാണ് ഇസ്രായേൽ കനത്ത ബോംബിംഗ് നടത്തുന്നത്. 15 യുവാക്കൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി ഇനി പ്രകടനം നടത്തിയാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കി ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഹമാസിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയ 12 പേരെ കിഴക്കൻ ജെറൂസലേമിൽ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വെടിനിർത്തലിനോടനുബന്ധിച്ച് നടപ്പിലാക്കിയ നിയന്ത്രണങ്ങളുടെ ലംഘനമാണ് പലസ്തീനും ഹമാസും ചെയ്യുന്നതെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 9 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആയുധങ്ങളുമായി പോയ ഹിസ്ബുള്ള വാഹനങ്ങളെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത്. വീഡിയോയിൽ നിന്നാണ് ഇസ്രായേലി യുവാക്കൾ ഹമാസിന്റെ പതാക വീശിയും ആകാശത്തേക്ക് വെടിയുതിർത്തും ആഘോഷം നടത്തിയ കാര്യം വ്യക്തമായതെന്ന് ഇസ്രായേൽ പറയുന്നു. തടവുകാരുടെ മോചനത്തിൽ ഹമാസ് അനുഭവം പ്രകടിപ്പിക്കലും ആഹ്ലാദ പ്രകടനവും വെടിനിർത്തൽ വേളയിൽ നിരോധിച്ചതാണെന്നാണ് ഇസ്രായേൽ വാദം. ഇതിന് ലംഘനം വരുത്തിയാൽ തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഇസ്രായേൽ തടവറയിൽ നിന്ന് മോചിതരായി വരുന്നവർക്ക് ഫലസ്തീനിൽ വീരപരിവേഷത്തോടെയുള്ള സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം സിറിയയിൽ തുർക്കി പിന്തുണയുള്ള വിമതർ നടത്തിയ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. നിലവിലെ സാഹചര്യത്തിൽ സിറിയയ്ക്ക് നേരെ ഏത് നിമിഷവും ഇസ്രായേൽ സൈന്യം യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് നടത്തിവരുന്നത്. വെസ്റ്റ് ബാങ്കിലെ ജനീൽ മേഖലയിലാണ് ഇസ്രായേൽ 3-ാം ദിവസവും ആക്രമണം കനപ്പിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രദേശത്ത് 10 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജനീൽ അഭയാർത്ഥി ക്യാമ്പിനെ വാസയോഗ്യമല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് പ്രദേശത്ത് ഇസ്രായേൽ നടത്തിവരുന്നത്. ഹമാസ് 1.5 വർഷം മുൻപ് കൈവശപ്പെടുത്തിയ ബന്ദികളിൽ 3 വനിതാ ബന്ദികളെയും 5 തായ്ലാന്റ് തൊഴിലാളികളെയുമാണ് ഇന്ന് മോചിപ്പിക്കുന്നത്. 29-കാരി അർബൽ യഹൂദി, 80 വയസ്സുള്ള ഗാദി മോസസ്, ഇസ്രായേൽ വനിതാ സൈനിക അഗാം ബർഗാൻ എന്നിവരെയാണ് ഇനി ഹമാസ് ഇസ്രായേലിന് കൈമാറുക. കഴിഞ്ഞ ശനിയാഴ്ച നടക്കേണ്ട ബന്ദി മോചനം ഇസ്രായേൽ ആവശ്യപ്രകാരം മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് ഫലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ അനുമതി നൽകിയത്. ഇതിനകം 5 ലക്ഷത്തിലേറെ ഫലസ്തീനികളാണ് വടക്കൻ ഗാസയിൽ തിരിച്ചെത്തിയത്. 15 മാസം നീണ്ട യുദ്ധത്തിലൂടെ ഇസ്രായേൽ തകർത്തെറിഞ്ഞ പ്രദേശത്ത് തിരിച്ചെത്തിയ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.